ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ ശ്രീവിദ്യ, മൈൻഡ് പവർ കോച്ച്. ആസ് എ മൈൻഡ് പവർ കോച്ച് എൻ്റെ ഈ ഒരു ലൈഫ് ഞാൻ 99% ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത രീതിയിലാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാ രീതിയിലും, അതായത് മുന്നേ ഉണ്ടായ എൻ്റെ ഏറ്റവും മോശമായ വേർഷനിൽ നിന്നും ഞാൻ എൻ്റെ ബെസ്റ്റ് വേർഷനിലേക്ക് ഞാൻ എന്നെ എത്തിച്ചു. അത് ശരിക്കും ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നടന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നില്ല. അത് നിരന്തരമുള്ള ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ ആദ്യത്തെ 21 ദിവസം കൊണ്ട് എനിക്ക് ചേഞ്ച് സംഭവിച്ചു. അതുകൂടാതെ കറക്റ്റ് ഒരു 90 ഡേയ്സ് പ്രാക്ടീസിലൂടെ എനിക്ക് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ എനിക്ക് ഏറ്റവും കണക്ഷൻ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇതിൽ നിന്ന് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ എന്താണ്, എൻ്റെ ട്രൂ സെൽഫ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ മാത്രമല്ല, ഒരു ശരാശരി ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു മനുഷ്യ ജന്മം അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവൻ്റെ മൈൻഡ് ഉപയോഗിച്ച് എന്തൊക്കെ നേടാൻ കഴിയുമെന്നുള്ള റിയലൈസേഷനാണ് എനിക്കുണ്ടായത്. എൻ്റെ മാറ്റം അല്ലെങ്കിൽ എൻ്റെ ഗ്രോത്ത്, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതല്ല. എല്ലാവർക്കും എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും മാറാൻ പറ്റും എന്നാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയാറുള്ളത്. ബിക്കോസ് നമ്മളുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെറുതായി കാണാൻ പറ്റുന്ന ഒന്നല്ല. ശരിക്കും പറഞ്ഞാൽ 1000 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 10,000 കമ്പ്യൂട്ടറിനുള്ള ഒരു അത്രയും പവർ, അതിൻ്റെ 10 ടൈംസ് പവറാണ് നമ്മുടെ മൈൻഡിനുള്ളത്. അതായത് നമ്മളെ ലൈഫ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം നമ്മൾ ജീവിച്ച് കൊണ്ടിരിക്കുന്ന ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ ഒരു 6 മന്ത്സായിട്ട് ചിന്തിച്ചതോ 1 ഇയറായിട്ട് ചിന്തിച്ചതോ ഉള്ള ആ ഒരു തോട്ട്സിൻ്റെ എൻഡ് റിസൾട്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ 1 ഇയർ ബാക്ക് നിങ്ങൾ ശരിക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എക്സാമ്പിൾ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഐ ആം നോട്ട് വർത്തി ഇനഫ് എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടിൽ നിങ്ങൾ നിരന്തരം ഇമേജസും ഇമോഷൻസും കൊടുത്ത് ആ ഒരു സെയിം തോട്ട് പാറ്റേണിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാലാകാലം കഴിയും തോറും ആ സെയിം നിങ്ങൾ അത്ര പോരാ, യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വന്നുകൊണ്ടേയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഗ്രാവിറ്റി പോലെ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് 24/7. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മൾ എന്ത് തോട്ട്സ് ആണോ കൊടുക്കുന്നത്, എന്ത് ഇമോഷനാണോ കൊടുക്കുന്നത്, എന്ത് വേർഡ്സ് ആണോ കൊടുക്കുന്നത്, അത് തന്നെ നമ്മളിലേക്ക് റിട്ടേണായി വരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഹാപ്പിനെസ് ആണ് കൊടുക്കുന്നത്, എല്ലാത്തിലും നമ്മൾ നല്ല നന്മ കണ്ടെത്തുന്നു, എല്ലാത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു. എത്ര മോശം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ട്രെയിൻ മിസ്സായി. ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകണം, അപ്പോൾ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അയ്യോ എൻ്റെ എപ്പോഴും ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, ഞാൻ എത്ര നേരത്തെ ഇറങ്ങിയാലും എനിക്ക് സമയത്ത് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അതെനിക്ക് മിസ്സായി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് സാബട്ടാജ് ചെയ്യും, അല്ലേ? നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും. അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, ഈ ട്രെയിൻ മിസ്സായെങ്കിൽ എന്താ, ചിലപ്പോൾ എൻ്റെ ഏറ്റവും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ ഈ ഒരു സമയത്തിനുള്ളിൽ പരിചയപ്പെടും. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ട്രെയിൻ മിസ്സായിട്ടുണ്ടാവുക. ഇപ്പോൾ എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോഴും, അതായത് ഇവിടെ നല്ലത് ചീത്ത എന്നുള്ള ഇല്ല, നല്ലത് ഇത് മോശം കാര്യമാണ്, ഇത് നല്ലതാണ് എന്നില്ല. നമുക്ക് നല്ലത് വന്നാലും മോശം വന്നാലും അതിലൊരു റീസൺ ഉണ്ട്, അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കായിട്ട് അതിലൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളാണെങ്കിൽ, അതായത് എല്ലാത്തിലും നന്മ കാണുന്നു, എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് കാണുന്നു, എല്ലാത്തിലും ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ അവരിലേക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ചില ആൾക്കാരുണ്ട്,
എത്ര കിട്ടിയാലും സാറ്റിസ്ഫൈഡ് അല്ല, എപ്പോഴും കംപ്ലയിൻസ് ആണ്. എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. അവർ എല്ലാ കാര്യത്തിലും കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കതില്ല, എനിക്കിതില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ വീട് അങ്ങനെയാണ്, എൻ്റെ വീട് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവർക്ക് ഈ രീതിയിലുള്ള ജോബ് കിട്ടി, അവർ ഗ്രോ ചെയ്ത് പോകുന്നു, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് പാർട്ണർ അവർക്ക് കിട്ടി, അവരുടെ ലൈഫ് പാർട്ണർ അവരെ ട്രിപ്പ് കൊണ്ടുപോകുന്നു, റൊമാൻറ്റിക്കായിട്ട് അവരോട് സംസാരിക്കുന്നു. എൻ്റെ ലൈഫ് പാർട്ണർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ഇങ്ങനെയാണ്, എൻ്റെ പേരൻസ് കാരണമാണ് ഞാനിങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് കാരണമാണ് ഞാനിങ്ങനെ ആയത്. ഇങ്ങനെ എപ്പോഴും പല ആൾക്കാരുടെ തലയിലും അവരുടെ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ അവരെങ്ങനെ ആവാൻ കാരണം അവരാണ് എന്നുള്ളത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് എപ്പോഴും കംപ്ലയിൻറ്റ്സ് പറയാനുള്ള സിറ്റുവേഷൻസേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മൾ ഓരോ ലൈഫിൽ ഓരോ ചലഞ്ചസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രൈസിസ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കിക്കാണുന്നത്, അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളെ ലൈഫിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളുണ്ടാവുക. ഇപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് ബുക്ക് വായിച്ചിട്ടുള്ള നോളജ് കൊണ്ടല്ല, ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോസ് കണ്ടിട്ടുള്ള നോളജ് കൊണ്ടല്ല. ഞാൻ പ്രാക്ടിക്കലി എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കാരണം നമുക്ക് ഏറ്റവും വലിയ ലെസൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ കണ്ട് ഒരുപാട് ബുക്സ് വായിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യലായിട്ട്, ഇപ്പോൾ നമ്മൾ കുറേ ബുക്സൊക്കെ വായിച്ച് പഠിച്ചു അല്ലേ, സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട് ചില സബ്ജക്റ്റൊക്കെ നമ്മൾ എന്തിനാണ് പഠിച്ചതെന്നുള്ളത്, അതുകൊണ്ട് നമുക്കൊരു യാതൊരു കാര്യമില്ലായിരുന്നു എന്നും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ബുക്സ് വായിച്ച് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വെറും നോളജിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഓരോ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസ് നമ്മൾ മറികടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ആ സ്കില്ലാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷനുള്ള ആ ഒരു സീഡ് എന്ന് പറയുന്നത്, വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ, നമ്മളെ കാഴ്ചപ്പാട് മാറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടെ സിമ്പിളാവും, കുറച്ചും കൂടി ഈസി ആവും. നമുക്ക് എല്ലാം ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ എല്ലാം ഒരു ഭയങ്കര ലൈറ്റായിട്ട് എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ ലൈഫ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജനിച്ചത് വെറുതെ നമ്മൾ കുറേ ഫോൺ നോക്കി അല്ലെങ്കിൽ കുറേ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ കുറേ കിടന്നുറങ്ങി ടൈം കളയാൻ വേണ്ടിയിട്ടൊന്നല്ല. നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോ ലൈഫ് പേർപ്പസ് ഉണ്ട്. പക്ഷേ ചില ആൾക്കാർ ആ ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ചില ആൾക്കാർ ഏർലി 20s അല്ലെങ്കിൽ സ്കൂൾ ടൈം തൊട്ടേ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഓക്കെ ഞാൻ പഠിച്ചത് ഇതാണ് അതുകൊണ്ട് ഞാനിത് വർക്ക് ചെയ്യണം. പഠിച്ചത് അതാണെന്ന് വെച്ചിട്ട് നമ്മൾ അത് തന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറയുന്നതാണ്, എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. കാരണം നമ്മൾ പഠിച്ചത് തന്നെ ചെയ്യണമെന്ന് നമ്മളെ സൊസൈറ്റി പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു ബേർഡൻ ആയിരിക്കും, ഒരു അൺഹാപ്പിനെസ് ആയിരിക്കും. അതിൽ നമുക്ക് ആ ഒരു ജോബിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. നമ്മൾ ഓട്ടോ പൈലറ്റ് പോലെ ഡെയിലി ഒരേ കാര്യം ചെയ്യുന്നു, സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ബാധ്യത മാറ്റാൻ വേണ്ടിയിട്ട്, ലയബിലിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളെ പാഷൻ, നമ്മളെ ലൈഫ് പേർപ്പസ് കണ്ടെത്തി കഴിഞ്ഞിട്ട് അത് നമ്മൾ സ്കില്ലാക്കി ആ സ്കില്ല് നമ്മൾ സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ ജീവിതമാർഗ്ഗമാക്കി മാറ്റുന്ന സമയത്ത്, അത് നമ്മൾ പ്രൊഫഷനാക്കി മാറ്റുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേഴ്സണലി നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അവിടെ പേഴ്സണലി നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും, പ്രൊഫഷണലി നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും, ഫൈനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവും, എല്ലാ രീതിയിലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ വ്യക്തിത്വം, നമ്മുടെ ട്രൂ സെൽഫ്,
മറ്റേതാകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ വ്യക്തിഹത്യയും കൂടെ ചെയ്യുകയാണ്. അതായത് നമ്മളല്ലാതെ നമ്മൾ പിന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ ഈ പറയുന്നത് നാളെ തൊട്ട് നിങ്ങൾ ജോബ് റിസൈൻ ചെയ്ത് പെട്ടെന്ന് നിങ്ങളെ ലൈഫ് പർപ്പസ് കണ്ടെത്തി പോകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ കൺസിസ്റ്റൻ്റായി നിൽക്കുക, ഏൺ ചെയ്തിട്ട് നിങ്ങളൊരു ബേസ് ഇടുക. ഒരു ബേസ് ഇട്ട് എമർജൻസി ഫണ്ടൊക്കെ റെഡിയാക്കുക. ഒരു ബേസ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പാഷൻ, എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിക്കണമെങ്കിൽ വെറുതെ ഇപ്പോൾ ഉള്ള ലൈഫിൽ ഇരുന്നുകൊണ്ട് ഓക്കെ നാളെ ഞാൻ കണ്ടുപിടിക്കും എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന്, ഓക്കെ ഇന്നാൾ ഈ ബിസിനസ്സാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി അതാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനത് കോപ്പി ചെയ്യുന്നു. അത് ലൈഫ് പർപ്പസ് അല്ല, അത് ആർട്ടിഫിഷ്യൽ വാല്യൂ ആണ്, ഓർ ബോറോഡ് വാല്യൂ, മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നത്. അപ്പം നമ്മുടെ യഥാർത്ഥ ലൈഫ് പർപ്പസ് എന്ന് പറയുന്ന സോൾ എന്ന് വരുന്നതാണ്, ഈഗോ എന്ന് വരുന്നതല്ല. ഈഗോ എന്ന് വരുന്നതാണ് ബോറോഡ് വാല്യൂ എന്ന് പറയുന്നത്. സോൾ എന്ന് വരുന്നതാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന പർപ്പസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. ഈ ഒരു മാറ്റങ്ങൾ, ഈ ഒരു ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു പോയിന്റിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് ഞാൻ നടത്തുന്ന മൈൻഡ് മാസ്റ്ററി വർക്ക്ഷോപ്പ്. അപ്പോൾ മൈൻഡ് മാസ്റ്ററി വർക്ക്ഷോപ്പ് എല്ലാ മന്തും നടത്താറുണ്ട്. 14 days ആണ് ക്ലാസ് വരുന്നത്. അതിലൂടെ നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴുള്ള വേർഷനിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷനിലോട്ട്, അതായത് നിങ്ങളുടെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി 4 ഏരിയയിലും നിങ്ങളിപ്പോൾ ഏതവസ്ഥയാണെങ്കിലും 0 ആയിരിക്കും, ചിലപ്പോൾ സ്ക്രാച്ച് എന്നായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. എൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ നിങ്ങളുടെ ട്രോമയാണ് ഹീൽ ചെയ്യുക. നമ്മൾ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യാതെ, ഫോർഗിവ്നെസ് ചെയ്യാതെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ടി വർക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി അത് ഹീൽ ചെയ്തതിന് ശേഷം പല രീതിയിലുള്ള ടെക്നിക്സ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരും. കുറേ കാര്യങ്ങളിൽ നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. അതായത് പല ടെക്നിക്സ് വരുന്നുണ്ട്. ഇതിൽ മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഓരോ രീതിയിലുള്ള പ്രാക്ടീസസ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ട്രൂ സെൽഫിനെ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള പ്രാക്ടീസാണ് ഉണ്ടാവുക. അതിലൂടെ തന്നെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനോടകം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് തന്നെ പല ആൾക്കാരും സൂയിസൈഡ് ചെയ്ത് തിരിച്ചു വന്നവരാണ്. കാരണം ഇനി ലൈഫില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, പിന്നെ കരിയർ ബിൽഡ് ചെയ്യുന്നു. ഇപ്പം എക്സാം സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം ക്ലിയർ ആവുന്നു, അതും നല്ല മാർക്സിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ക്ലിയർ ആവുന്നു, ഇൻ്റർവ്യൂ ക്ലിയർ ആവുന്നു, അവർക്ക് ജോബ് കിട്ടുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് ലൈഫ് പാർട്ട്ണർ ഉപേക്ഷിച്ചിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്ത ആൾക്കാർ തിരിച്ച് വന്നിട്ട് അവർ ആ ലവ് അഫെയർ, നമ്മൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് എങ്ങനെയാണോ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് അവരുടെ റിലേഷൻഷിപ്പ് അവർക്ക് ഹീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യമല്ല കിട്ടുന്നത്, എല്ലാ കാര്യങ്ങളും, ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ് ഒരു മനുഷ്യനെ അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ എത്തിക്കുന്നത്. നമുക്ക് നോളജ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു നിന്ന് കിട്ടും. ബുക്സിൽ നിന്ന് കിട്ടും, നമുക്ക് വീഡിയോസിൽ നിന്ന് കിട്ടും, ആൾക്കാരോട് സംസാരിച്ചാലും കിട്ടും അല്ലേ നോളജ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നോളജ് വിസ്ഡം ആക്കണം, നോളജ് സ്കില്ലാക്കണം. സ്കില്ലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവരും ഇവരും ഞാനിങ്ങനെ സക്സസ് ആയി, മറ്റവരിങ്ങനെ സക്സസ് ആയി, ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. ഓരോരുത്തർ വന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഞാനിങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയായി. നമ്മൾ ആ സക്സസ് സ്റ്റോറി കേട്ട് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് 6 months പോകണോ, 1 year പോകണോ, 5 years പോകണോ, 10 years പോകണോ എന്നുള്ളത്.
കാരണം ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് 5 years ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് 5 years കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് 21 days പ്രാക്ടീസിലൂടെ 1 month പ്രാക്ടീസിലൂടെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ Monday to Thursday മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് മോർ ദാൻ 21 days പ്രാക്ടീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കിട്ടും, അതുപോലെ Instagram ID കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ സ്റ്റാഫിനോട് സംസാരിച്ചിട്ട് ഇനി എൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എനിക്കത് തരാനും കഴിയും. അപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 man ഷോ, ഞാൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു, നിങ്ങളത് കേട്ടിട്ട് പോകുന്നു, അങ്ങനെയൊന്നുമല്ല. വർക്ക്ഷോപ്പാണ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് ക്ലാസ്സിൽ വരുന്നത്. അതായത് എല്ലാവരും ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കണം, ഇൻട്രാക്ട് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം, സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ഫ്രണ്ട്ലി മോഡിലാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.